സംഭവം കഴിഞ്ഞിട്ട് നേരെ ദർസിലേക്ക് വരുന്നുണ്ടോ? അതെ, ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സി എം വലിയുള്ളായുടെ അവിടെ നിന്ന് ഇങ്ങനെ സലാമൊക്കെ മടക്കി ഇറങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യം കൂടെ പറയാമല്ലോ. ഒരാൾ ആരാണെന്ന് എനിക്ക് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരാളൊരു കത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു കൊല്ലത്ത് പോയി കൊല്ലത്ത് പാറപ്പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ പിന്നെ കാണാനുമില്ല. അദ്ദേഹം അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ നമുക്ക് ഈ കൊല്ലം മാത്രമേ അറിയാവൂ. അങ്ങനെ ഞാൻ അവിടെ ഉള്ളവരോട്ട് ചോദിച്ച് ഇങ്ങനെ ഒരു തുണ്ടൊരാൾ കൊണ്ട് തന്നു, ഇത് എവിടെയാണ് അറിയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇവിടെ അടുത്താണ്. അങ്ങനെ അന്ന് ഞാൻ ഈ പാറപ്പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്തു. എന്നിട്ടന്ന് അവിടെ തങ്ങി പിറ്റന്നാണ് തിരിച്ച് ഓച്ചറയ്ക്ക് തന്നെ വരുന്നു. ഇവിടെ വന്നു. ഉസ്താദ് ചോദിച്ചു സലാം മടക്കി കിട്ടിയല്ലേ? ഉസ്താദ് പറയുന്നത് സലാം മടക്കിക്കാനാണ് അങ്ങ് പോയതെന്ന് ചോദിച്ചു. ഉസ്താദ് തന്നെ ഇങ്ങോട്ട് പറയാം. ഉസ്താദിനും അറിയത്തില്ലേ സംഭവം? ഉസ്താദും വലിയ മഹാനാണ്. ഉസ്താദ് വലിയ മഹാനാണ്. അല്ല, ഷെയ്ഖുനെ പറയുകയും ചെയ്തല്ലോ. ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് എങ്കിൽ ഉസ്താദ് ദുആ ചെയ്യും. ഉസ്താദിൻ്റെ ദുആ എന്ന് പറഞ്ഞ പടച്ചവനെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ എന്നതാണ് ഉസ്താദിൻ്റെ ദുആ. സെക്കൻഡുകൾക്കുള്ളിൽ ആ വിഷയത്തിന് പരിഹാരമാണ്. അതുപോലെ 80-91 ഒരു ഭയങ്കര വേനലുണ്ടായി. അതിൽ മഴയില്ല. ഈ പ്രദേശത്ത് ഒരിടത്തും മഴയില്ല. കാരണം കണ്ടമാനം ആൾക്കാർ നേർച്ചയും പൊങ്കാലയും ഇങ്ങനെ പലതുമൊക്കെ നടത്തിയ ഒരു കാലഘട്ടം. അവസാനത് ഓർമ്മയില്ലേ? അന്ന് അവസാനം നിവർത്തിയില്ല. ചൂട് കാരണം പൊറുതി മുട്ടിയപ്പോൾ വെള്ളം കുടിക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഓച്ചറക്കാരെല്ലാം കൂടെ വന്നിട്ട് ഒരു വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം മഴയ്ക്ക് വേണ്ടി. അപ്പോൾ പറഞ്ഞ് മൈദീൻ കുഞ്ഞ് മുസ്ലിയാർട്ട് പറയാൻ പറഞ്ഞു. മൈദീൻ കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്നത് അവിടുത്തെ ഇമാമാണ്. അപ്പോൾ മൈദീൻ കുഞ്ഞ് മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയും ദുആ ചെയ്യല്ലേ, ഇന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. മൈദീൻ കുഞ്ഞ് മുസ്ലിയാരും വാഴക്കാട് ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അങ്ങനെ ഉസ്താദ് അന്ന് ജുമായ്ക്ക് ഇമാമത്ത് ഉസ്താദ് തന്നെ നിന്നിട്ട് 3 പ്രാവശ്യം പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണേ എന്ന് ദുആ ചെയ്യും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉസ്താദ് ദുആ ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പിടിച്ച് മഴ. ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയെന്ന് നനഞ്ഞു. അങ്ങനെ ധാരാളം ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു വലിയ മഹാനാണ് ഓച്ചറ. പക്ഷേ ആരോടും ഒരു നിലയിലും വെളിപ്പെടുന്നതിന് താല്പര്യപ്പെടുന്ന ആളല്ല. അപ്പം ഇങ്ങനെയാണ് സി എം വലിയുള്ളാഹിയെ ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഇതിനേക്കാൾ വല്ല മഹത്വവും വല്ലതും പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എന്നാലും അടുത്ത 2ാമത് തവണ പോയതൊക്കെ പറയണം. 2ാമത് തവണ പോയിട്ടുണ്ട്. പോയപ്പോൾ മറ്റൊരു കറാമത്തായിട്ട് പറയാനുള്ളത്, അന്ന് പോയപ്പോൾ ഞാൻ വാപ്പാക്ക് ഈ വയറ്റ് വേദനയുടെ വയറ്റ് വേദന എന്ന് പറഞ്ഞാൽ വയറ് മുടക്ക്, അങ്ങനെയല്ലേ പറയുന്നത്? വയറ് വേദന അത് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു. അത് ഞാൻ സി എം വലിയുള്ളായോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ദവ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മരുന്ന് സി എം വലിയുള്ളായി കൂട്ടി ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ
മരുന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? എന്തായാലും അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വാപ്പ മരണപ്പെടുന്നതുവരെയും അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അവരുടെ അടുക്കൽ പോകുമ്പോൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ദുന്നവിയായ ഒരു ആവശ്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഈ ഔലിയാക്കളിൽപ്പെട്ട ആരോടും പറഞ്ഞിട്ടില്ല. ദുനിയാവിൻ്റെ കാര്യം ചോദിച്ചില്ല? ഇല്ല, ഞാൻ അങ്ങനെ ദുന്യാവിൻ്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റൊരു സുഖമില്ലായ്മയോ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ പറയേണ്ടി വന്നിട്ടുമില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനന്ന് ഇടവം പള്ളിയിൽ ഖത്തീബാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ CM വലിയുല്ലാഹി സന്ദർശകരെ സ്വീകരിക്കുന്നില്ല എന്ന ഒരു വാർത്ത അറിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എനിക്കൊന്ന് പോയി ഒന്ന് കാണണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് അവിടെ ചെന്നൊരു രാവിലെ ഒരു 6 മണിക്ക് 6-6:30 ആയപ്പോൾ ട്രെയിൻ ഇറങ്ങി നേരെ അവിടെ മൂപ്പൻ്റെ വീട്ടിൽ എത്തി. അവിടെ ചെല്ലുമ്പോൾ ഒരു 8-10 പേര് ക്യൂ നിൽക്കുന്നുണ്ട്. ഞാനും ക്യൂവിൽ നിന്നു. ഞാൻ കയറേണ്ട ഊഴം എത്തിയപ്പോൾ ഒരാൾ ഗ്രില്ല് പിടിച്ചങ്ങ് അടച്ച്. എന്നിട്ട് പറഞ്ഞ് മുസ്ലിയാക്കന്മാരെ അറിയും, മുസ്ലിയാക്കന്മാരെ അറിയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ ആലോചിച്ച് ഇതാരടാ? എന്നാലും CM ഇവിടെ പിന്നെ വേറെ ആരോടും ചോദിക്കാനും പറ്റൂല. അങ്ങനെ അവിടെ നിന്നു. വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ ഇദ്ദേഹം തന്നെ വന്നിട്ട് ഗ്രില്ല് തുറന്നു കൊടുക്കുക. ഞാൻ കയറാൻ പോകുമ്പോൾ അവിടെ നിൽക്കാൻ പറയും. രാവിലെ 7 മണിക്കുള്ളിൽ അവിടെ എത്തിയതാ. വേറെ ആൾക്കാർ പിന്നെ കയറുന്നുണ്ട്. നിങ്ങൾ കയറുമ്പോൾ അവിടെ നിൽക്കാൻ പറയും. അപ്പം ഇദ്ദേഹത്തെ മറ്റുള്ളവർ കാണുന്നില്ലേ? ആര്? നിങ്ങളുടെ അടുത്ത് കയറ്റാത്ത ആൾക്കാർ? അതെ, കാണുന്നുണ്ട്. അദ്ദേഹത്തിനെയാണ് പോയി കണ്ടിട്ട് വരുന്നത്. മുകളിലോട്ട് കയറ്റം ഇല്ല. CM വലിയുള്ളായുടെ അടുത്ത് ആൾ പോകുന്നില്ല, ആരും പോകുന്നില്ല. ഇല്ല, ഇദ്ദേഹത്തിനെയാണ് ഈ പോകുന്ന ആൾക്കാർ വന്ന് കാണുന്നത്. അദ്ദേഹം തന്നെ വന്ന് ഗ്രില്ല് തുറന്നു കൊടുക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കുറച്ച് പറഞ്ഞുതരാം. അങ്ങനെ ഏതാണ്ട് 12 മണി വരെ അവിടെ നിന്നു. എന്നെ കയറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഈ ബാബുക്കായുടെ വാപ്പ വന്നു. മൂപ്പൻ വന്നിട്ട് ചോദിച്ചു, സുലൈമാൻ മൊയ്ലിയാരെ നിങ്ങളെന്തിനും ഇവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് കയറി പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഒരു ചൂടനാണ്. അങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിന് അറിയില്ലേ? ഇല്ല, ഇദ്ദേഹമാണ് CMൻ്റെ ഹാജി എന്നും കൊച്ചു ഹാജി എന്നും ഒക്കെ അറിയപ്പെടുന്നത്. ചെറിയ ഹാജി. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഹാജിയാരെ കാണാൻ വന്നതല്ല, ഞാൻ CMനെ കാണാൻ വന്നതാണല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞത്, മുസ്ലിയാക്കന്മാരെ അറിയും, മുസ്ലിയാക്കന്മാരെ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. 12 മണിയായപ്പോൾ 12 മണി കഴിയും. അപ്പോൾ ഇതിനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങോട്ടും പോയിട്ടുമില്ല. വെയിലെന്ന് പറഞ്ഞാൽ അപാരമായ വെയിൽ. ആ വെയിലത്ത് നിന്ന് ഊപ്പാട് വരിക. ഇതിൻ്റെ ഇടയിൽ ആരും സന്ദർശകരില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ല. എന്നിട്ട് ഒരു 12 മണിയായപ്പോൾ ഒരു നല്ല വയസ്സൻ
എന്നാൽ അദ്ദേഹത്തിൻ്റെ നടത്തം ഒരു 20 വയസ്സുകാരൻ്റെ നടത്തം. ഓ, നല്ല വയസ്സനെന്ന് പറയുമ്പോൾ നല്ല നരച്ച് പെടും വയസ്സനാണ്. പക്ഷെ നല്ല സ്പീഡുമാണ് നടക്കാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. എന്നാൽ വടിയുടെ ആവശ്യം കൃഷിക്കില്ല. അത് നല്ല ആരോഗ്യമുണ്ട്. നല്ല ആരോഗ്യമുണ്ട്. ഒരു പൊക്കം കുറഞ്ഞിട്ട് ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ അത് സ്പീഡിൽ നടന്നിങ്ങോട്ട് വന്ന് ഈ ഗ്രില്ല് തട്ടിയങ്ങ് എറിഞ്ഞ് നേരെ ആചാര്യ റൂമിലോട്ട് കയറിപ്പോയി. കയറി ചെന്നിട്ട് അതേ സ്പീഡിൽ അവിടെ ഒന്നും സംസാരിക്കുക എടുക്കുകയൊന്നും ചെയ്തില്ല. അതേ സ്പീഡിൽ തിരിച്ചിറങ്ങി അദ്ദേഹം പോയി. വന്നിട്ട് എൻ്റെ അടുത്ത് എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ഈ വന്നയാൾ. ഞാൻ പറഞ്ഞു എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞ് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ പറയും കയറി ചെല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ നേരെ ഹാജിയാരുടെ അടുത്തോട്ട് നിന്നു. ഇന്ന് സലാം പറഞ്ഞു. സലാം മടക്കി എന്നെ പിടിച്ചിരുത്തി തലയിലൊക്കെ കൈവച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നിങ്ങളെ അറിയില്ല. അതിനെന്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പഴയ ഹാല് അങ്ങ് മാറി ആചാര. എന്താ വന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് CM-നെ കാണണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഈ പടി കയറി മുകളിലോട്ട് പോകില്ല, പോയിട്ടില്ല. പിന്നെ നിർബന്ധം പറഞ്ഞ് വരുന്നവരെ ഞാൻ മുകളിലോട്ട് കയറ്റി വിടലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, അനുവാദം തരാം. പക്ഷെ അദ്ദേഹം ഇബാദത്തിലാണ്. എന്താ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞത്? CM വലിയുള്ളാഹി ഇബാദത്തിലാണ്. അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മോളിൽ പോയി CM-നെ കാണാൻ അനുവാദം തരാം. പക്ഷെ CM വലിയുള്ളാഹി ഇപ്പോൾ ഇബാദത്തിലാണ്. അവരുടെ ഇബാദത്തിനെ തടസ്സപ്പെടുത്തണോ വേണ്ടേ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു അവരിപ്പോൾ ഇബാദത്തിലാണെങ്കിൽ നമ്മൾ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു പോണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്നാ പടച്ചോൻ കതിറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ദുആ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ CM-നെ ഹയാത്തിൽ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ 1 വർഷം കഴിയുമ്പോൾ CM വലിയുള്ളാഹി വഫാത്തായി. ലാസ്റ്റ് കാണാൻ ചെല്ലുമ്പോൾ ഉണ്ടായത് കാഴ്ച ഇതാണ്. അതെ.